എങ്ങനെയാണ് ചേട്ടാ ഇത്രയും ഹാപ്പി ആവാൻ പറ്റുന്നത്? ഞങ്ങൾ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം ഉണ്ടാക്കുക, ജീവിതം ഒരു ലഹരിയാക്കുക നമ്മളിപ്പോൾ പറയുന്നുണ്ട്. ഇത് ആ ഒരു ലഹരി ഉൾക്കൊണ്ടാൽ പിന്നെ മറ്റൊരു ലഹരിയുടെ ജീവിതത്തിൽ ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ പ്രഭാതഭക്ഷണം എന്നതാണെന്നറിയാമോ? നമ്മുടെ കള്ളപ്പവും കടലക്കറിയുമാണ്. കൂട്ടുകാരെ, ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തു കൂട്ടുകാരെ, സൂപ്പർ മഴ, സൂപ്പർ മഴ. എന്നെ സംബന്ധിച്ചപ്പോൾ ഞാനൊരു ശരിക്കും ഭയങ്കര ഒരു പിരിമുറുക്കത്തിന്റെ മുമ്പിലാണ്. അത് വെച്ച് പറഞ്ഞാൽ എനിക്ക് ഒരടി പോലും ചിരിക്കാനോ ഒരടി പോലും മുന്നോട്ട് പോകാനോ പറ്റുന്നില്ല. ഒരു ജപ്തി സംബന്ധമായ കേസിൽ നിൽക്കുക ഈ വീട്. അവർ മാർച്ച് 31 വരെ സമയം തന്നിട്ടുണ്ട്. അങ്കമാലി ശബരിപാത എന്ന് പറഞ്ഞൊരു പാത വരുന്നുണ്ട്, അത് ഈ പറമ്പിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും വിൽക്കാനോ അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ആശങ്കയൊന്നുമില്ല. പക്ഷേ നാളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇന്നത്തെ ദിവസം മനോഹരമാക്കുവാന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എങ്ങനെ ഒരു മനുഷ്യന് ഇങ്ങനെ ആകാൻ പറ്റുന്നു? അല്ല, എനിക്ക് ചേട്ടന്മാരെ ചേച്ചിമാരെ എന്നാണ് എന്റെ ഉള്ളിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ, എനിക്ക് ഒരുപാട് ചേട്ടന്മാരെ ചേച്ചിമാരെ ഉള്ള ഫാൻസ് വരെയുണ്ട്. തെന്മല എന്ന് പറയുന്ന സ്ഥലത്തൊരു ചെറുപ്പക്കാരന് രാത്രി ആത്മഹത്യ ചെയ്യാൻ അങ്ങോട്ട് പോകാൻ ഫോൺ ചുമ്മാ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പോണ ഫസ്റ്റിലെ ചേട്ടന്മാരെ ചേച്ചിമാരെ അവന് വലിയ സന്തോഷമായി. അവൻ ആ നമ്പർ തപ്പിയിട്ട് ഞങ്ങളെ ഈ രാത്രി ഒരു 11 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. നമ്മുടെയൊക്കെ വീക്ക്നെസ് പിടിച്ചുള്ള വീഡിയോ ആണ്. അതെ, ഈയിടെ നാളെ ഞങ്ങൾ കുവൈറ്റ് വെച്ചിട്ടുള്ള ചൂടായതാ. ആദ്യം അയാളെ വേറെ ഭാഷ ഉപയോഗിച്ചേ ഇട്ടിച്ച് പോകാൻ പറ്റുമോ പറഞ്ഞു. ഞാൻ മനപ്പുറം തെറി പറഞ്ഞല്ല, ഇവിടെ ഈ ഒരു മുറിക്കകത്ത് ഇങ്ങനെ വെന്തിരിക്കുക. ആ പുള്ളി ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ അടിച്ചു കൊല്ലുകൊള്ളായിരുന്നു. എനിക്ക് അത്രയും പുള്ളിക്ക് കലിപ്പുണ്ടായിരുന്നു. ഇപ്പൊ പല വീടുകളിലും അച്ഛൻ മോൻ ഇത്രയും ബന്ധങ്ങളൊന്നും പലപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടങ്ങളില്ല. ഇവനെ ഞാനിപ്പം അങ്ങനെ ഇരിക്കുമ്പം മാനസികരോഗികളെ കാണിക്കും, ജയിലിൽ കൊണ്ടുപോകും, തറവറൊക്കെ പോകും, അങ്ങനെയുള്ളവരെ കൊണ്ട് കാണിക്കും. കാരണം നാളുകളിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിലൂടെ കടന്നു പോകേണ്ടവരാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ആരെങ്കിലും നോക്കിയാലേ നമുക്കും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മറ്റുള്ളവർ നമ്മളോട് കാണുമെന്നുള്ളൊരു ബോധ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതേ ഉള്ളൂ. SLC ഒരു വലിയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. SLC തോപ്പിക്കാൻ വേണ്ടി 120-125 മാർക്കൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ ഷുഗർ 300-അടുത്തുണ്ട്. ഭയങ്കരമായ സന്തോഷമായി. അതൊരു വലിയ ലക്ഷ്യമായിരുന്നു അല്ലേ? അത് ലക്ഷ്യമായിരുന്നു. അത് ഷുഗറിലൂടെ കിട്ടിയല്ലോ ഓർക്കുമ്പോഴേ. അവസാനമായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, ചേട്ടൻ്റെ ഒരു നുണക്കഥ കേൾക്കണമെന്ന്. അമേരിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് നയാഗ്ര വെള്ളച്ചാട്ടം എന്ന് പറയുക. അതിന്റെ നടുക്ക് സന്തോർ സോപ്പ് തെറ്റപ്പോൾ ഒരു മാതാമേനോട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന്. കറക്റ്റ് നുണക്കഥ. അതെ അതെ, സ്ഥലപ്പേര് പെട്ടെന്ന് പറയുന്നുണ്ട്. കട്ടപ്പന കട്ടയം വാങ്ങി, തൊപ്പിപ്പാളെ തൊപ്പി വാങ്ങി, കൊച്ചുതവാള കയറി, ഇരട്ടയാറ് നില്ലിക്കറി, തങ്കമണിക്കറി, മണിയടിച്ച്, വാഴമേല കയറി, മോചനം കളി അങ്ങ് നീണ്ടു ഒരറ്റത്തൊന്നും അങ്ങേറ്റത്തെത്തില്ലേ. നമ്മളോടത്ത് പഠിച്ചതൊന്നും അല്ല, ചുമ്മാ ഇങ്ങനെ ചുമ്മാ അങ്ങനെയൊക്കെ വരുമോ? അതെ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ഗൈസ്, ഇന്ന് നമ്മളോട് ഉള്ളത് 2 ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇവരെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന 2 പേരാണ്. ലെറ്റ്സ് വെൽക്കം വിജു ചെമരമറ്റം ആൻഡ് ആൽബി കുഞ്ഞു. നമസ്കാരം. നമസ്കാരം. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടല്ലേ? ഞങ്ങളെപ്പോഴും സന്തോഷവരാണ്. ഞാൻ ആദ്യം പറയണമെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ വീട്ടിൽ കയറി വന്നപ്പോ ഞങ്ങളൊക്കെ വരുന്നത് ടൗണിൽ നിന്നാണ്, മറ്റേ കൊച്ചിയിൽ നിന്ന്. വെച്ചാൽ അടുത്തടുത്ത ബിൽഡിങ്ങുകള്, ട്രാഫിക്, പൊല്യൂഷന്. എന്ത് സുന്ദരമാണ് ഈ വീട്. പ്രകൃതിയുടെ നടുക്കൊരു വീട് അല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ ജീവിതമൊക്കെ? ഇവിടെ വളരെ സന്തോഷമാണ്. ഞാൻ ചേട്ടനെ കാണുമ്പോ ആലോചിച്ചതാ, ഫുൾ ടൈം ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ആണല്ലോ, രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്ന പോലെ. അതെ അതെ. രാഷ്ട്രീയക്കാരനാണോ? രാഷ്ട്രീയക്കാരനല്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ഈ ക്യാൻസർ രോഗികളുടെയൊക്കെ ഒരു പരിചരണമൊക്കെ ഉണ്ട്. എല്ലാവരെയും എങ്ങനെ സന്ദർശിക്കുക, ജയിൽ മിനിസ്ട്രി ഒക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെ ഒരു ദിവസം ജയിൽ സന്ദർശിക്കുവാനായിട്ട് പോയ സമയത്ത് ഞാൻ എൻ്റെ ഈ വെള്ള ഷർട്ട് മുണ്ടുമായിരുന്നു. അപ്പം അന്നേരം ഒരു തടവുകാരൻ ഇങ്ങനെ ചോദിച്ചു, എല്ലാവരും പല വേഷമാണ്, പക്ഷെ ഈ വെള്ള കാണുമ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ തരുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ പിന്നെ ഞാനത് തൽക്കാലം ഇട്ടതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ പിന്നെ അയാളുടെ ആ വാക്ക് കേട്ടത് മുതൽ ഞാൻ പിന്നെ ഫുൾ ടൈം വൈറ്റ്. പക്ഷെ തിരിച്ച് മോനെ വരുമ്പോ തന്നെ ഫുൾ ഒരു സ്പോർട്സ് മൂഡാണ്. സ്പോർട്സ് ആണ് ഏറ്റവും ഇഷ്ടം. എന്താ ചെയ്യുന്നത് സ്പോർട്സില്? എനിക്ക് ഫുട്ബോൾ കളിക്കാൻ. അപ്പൊ സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ? ഐ മീൻ സ്കൂളിലൊക്കെ ഫുട്ബോൾ കളി കാര്യങ്ങൾ? ഇല്ല, അങ്ങനെ സ്കൂളിൽ അങ്ങനെ ഒരു ഇല്ല. സ്കൂളിൽ ഫുട്ബോൾ കളി ഇല്ല. എവിടെ പഠിക്കും? ചേട്ടൻ വർക്ക് ചെയ്യുന്നിടത്തല്ലേ? എന്റെ സ്കൂളിൽ തന്നെയാ. സ്കൂൾ ഏതായിരുന്നു? ചെമ്മലമറ്റ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ. ഇവിടെ ചേട്ടൻ എങ്ങനെ പോകുന്നതൊക്കെ? ഞാൻ നടന്നാ പോന്നേ. നടന്നു തന്നെ? ഇവിടെ അത്യാവശ്യം ദൂരം ഇല്ലേ? ഉണ്ട്. രാവിലെ വെളുപ്പിനെ എന്നും രാവിലെ പോയി പള്ളിയിൽ പോയി, ഇവിടുന്ന് 5:50 ഇറങ്ങും. വെളുപ്പിനെ പോയി പള്ളിയിൽ പോയി കുർബാന കൂടുന്നു. അതിന് ശേഷം സ്കൂളിലെത്തും. വീണ്ടും അവിടെ നിന്ന് 6 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇനി പോകുന്ന വഴിക്ക് നടന്നു പോകുന്നതുകൊണ്ട് ഒരു ദിവസം തന്നെ 100-200 പേരെ ദിവസം കാണാൻ പറ്റുന്നു. അപ്പോൾ ഒത്തിരി പേരോട് സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചും പറയും. അങ്ങനെ എപ്പോഴും ഒരു ബന്ധം, കമ്മ്യൂണിക്കേഷൻ ഉള്ളതായതുകൊണ്ട് എല്ലാ ആൾക്കാരുമായിട്ടും പരസ്പരം പരിചയപ്പെടാനൊക്കെ സാധിക്കുന്നുണ്ട്. അത് 2 വീലറിലൊന്നും അല്ലല്ലോ, ഇപ്പൊ ഈ നടന്നുള്ള പോക്കായതുകൊണ്ട് ഒത്തിരി പേരെ കാണാനും അങ്ങനെ ഒരു മനസ്സ് നിറയെ സന്തോഷം. ഒത്തിരി പേരെ സംസാരിക്കാനും കാണാനും ഒക്കെ പറ്റുന്ന ഒരു ഇപ്പത്തെ നാട്ടിൽ നമുക്ക് അതാണ് ഇല്ലാത്ത, സംസാരിക്കാനുള്ള സമയം പോലും ഇല്ല. ഞാനൊരു 100 പേരോടെങ്കിലും രാവിലെ ഗുഡ് മോർണിംഗ് പറയാറുണ്ട്. ഈ സംസാരിച്ചുകൊണ്ട് തന്നെ അല്ലെ ഹലോ പറയാറുണ്ട്.
പോയിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും തന്നെ ഒരു 1000-ഓളം പേരോട് രാവിലെ ഗുഡ് മോർണിംഗ് പറയാറുണ്ട്. ഇങ്ങനെ എല്ലാം കൊണ്ട് ഒരു വൈകുന്നേരം കിടക്കാൻ നേരത്ത് വലിയ സംതൃപ്തിയാണ്. പല പ്രശ്നങ്ങളുണ്ടാവാം, പക്ഷേ ഇത്രയും പേരെ എനിക്ക് കാണാൻ പറ്റിയല്ലോ, അല്ലെ ഇത്രയും പേരോട് സംസാരിക്കാൻ പറ്റിയല്ലോ. അതിപ്പോ നമ്മള് നേരിട്ടല്ലെങ്കിൽ അത് ഫോണിൽ കൂടെ ആണെങ്കിലും പറയും, ഫോണിൽ കൂടെ ഭക്ഷണം. അതെ അതെ, അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ ഒരു പ്രഭാത ഭക്ഷണം. എനിക്ക് തോന്നുന്നു അനേകം പേര് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പോലും ആൾക്കാർ ഭയങ്കര അസ്വസ്ഥരാണ്. സന്തോഷമാണ് കാണുമ്പോൾ കിട്ടുന്ന ഒരു. അതൊരു രസം വേണ്ടി തുടങ്ങിയതായിരുന്നെങ്കിലും ലോകം മുഴുവനും തന്നെ എല്ലാ രാജ്യങ്ങളിലും തന്നെ രാവിലെ എപ്പോഴെങ്കിലും ആൾക്കാർ ഇത് കാണാറുണ്ട്. പ്രഭാത ഭക്ഷണം എന്നതാ ചെയ്യുന്നത്. അതും സാറിന് ഈ വീടിന് അടക്കളയ്ക്കകത്തിരുന്നോണ്ടുള്ള ഒരു പരിപാടി. എനിക്ക് എന്നോട് ചോദിക്കാനുള്ളത്, ഇന്ന് ഈ നാട്ടില് കൊല നടക്കുന്നു, ആത്മഹത്യ നടക്കുന്നു, ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നു. എങ്ങനെയാണ് ചേട്ടാ ഇത്രയും ഹാപ്പി ആവാൻ പറ്റുന്നത്? ഇങ്ങനത്തെ ഒരു നാട്ടിൽ എങ്ങനെ പറ്റുന്നു? ഇതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം ഉണ്ടാക്കുക. ഞാൻ, ഭാര്യ, മക്കള്, ചാച്ചനുണ്ട്. ഞങ്ങളാരും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, കുറേ ദിവസം സംസാരിക്കുന്നു, നാട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ എപ്പോഴും തന്നെ ഞങ്ങൾ ഈ മാധ്യമങ്ങളെ, ഫോണ്, TV അതിനോടെല്ലാം ഇവിടെ പറഞ്ഞ് പരസ്പരം ഉള്ളൊരു സംസാരം. കിടക്കാൻ നേരത്താണെങ്കിൽ ഞങ്ങൾ 4 പേരും കൂടെ ഇരുന്നൊരു വീഡിയോ പറയുന്നു. അപ്പോൾ ഈ ഒരു ബന്ധത്തിനിടയ്ക്ക് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറേ ഇല്ല. അപ്പോൾ നമുക്കൊരു പിരിമുറുക്കം അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നില്ല. എല്ലാം ഫ്രീ ആണ്. അതെ, ആദ്യം സന്തോഷം വരേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു, ഒരു സായാഹ്ന ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പം അടുപ്പിലായി, ഗ്യാസ് ഉണ്ടെങ്കിൽ അടുപ്പാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ അടുപ്പിൽ ഞങ്ങൾ പോയി മീൻ ചുട്ടു. ഈ പൊടിമീൻ ചുട്ടിച്ച അടുപ്പിനകത്ത് തന്നെ കപ്പയും ചുട്ടു. പക്ഷെ എന്നിട്ട് കപ്പയും മീനും കൂടെ ഞങ്ങൾ ഞുള്ളി കൂട്ടും. നമ്മുടെയൊക്കെ വീക്ക്നെസ് പിടിച്ചുള്ള വീഡിയോ ആണ്. അതെ, അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 50,000-ഓളം പേര് തന്നെ ഒരു 2-3 മണിക്കൂർക്കുള്ളിൽ. ഈ പാലക്കാട്ടിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു, ഒരു ദാമോദരൻ, ഒരു ചെട്ടിയാരാ, ഉയർത്തിപ്പെട്ട ആളാ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഞാനിപ്പോ പാലക്കാട്ടാ, പണ്ട് ഞങ്ങളൊരു ശരിക്കും അമ്മ ദാരിദ്ര്യമൊക്കെയാണ്. അപ്പൊ ചെറുപ്പത്തിലേക്ക് ഈ കപ്പയും മീനും ഒക്കെ ചുട്ട് ഞങ്ങളെല്ലാം കൂടെ വട്ടത്തിൽ ഇരുത്തി തരുന്നൊരു, അത് ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു. കാരണം എനിക്കിപ്പോ ജോലിയായി, ഉത്തരവാദിത്വമായി, അതെല്ലാം ഞാൻ മറന്നു. അതെ, പക്ഷെ ഇപ്പൊ ഇത് കണ്ടപ്പോ പെട്ടെന്ന് എന്റെ അമ്മയും എന്റെ ആ പഴയ വീടും എന്റെ ആ സഹോദരങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വന്നു. ഇങ്ങനൊരു ആ ഓർമ്മ തന്നതിന് നന്ദി എന്ന് പറഞ്ഞാൽ അയാൾ വിളിക്കുന്നത്. അതൊരു അങ്ങനെ എത്ര പേർക്കാണല്ലേ നമ്മുടെ സന്തോഷം, അവരുടെ ആ പഴയ കാലഘട്ടങ്ങൾ. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും പലപ്പോഴും ഇല്ലല്ലോ. ഞങ്ങളിപ്പോ മിക്കപ്പോഴും ഭക്ഷണം വൈകുന്നേരം കഴിക്കണമെങ്കിൽ ഈ കരച്ചട്ടിക്കകത്ത് ബീനീസ് ആയിരിക്കും, അല്ലെങ്കിൽ സാമ്പാറായിരിക്കും. ആ പാത്രമായി അതിനകത്തൊരു ചോറ് കുടഞ്ഞിട്ടിട്ട് ഞങ്ങൾ രണ്ടും കൂടെ വാരി തരും. പക്ഷെ അത് ചില ആൾക്കാർക്ക് അതൊരു ഭയങ്കരമായ ഒരു ഭയങ്കര ടച്ചിങ്ങാണ്. ഒരു ദിവസം ഒരു 100 തവണയൊക്കെ കണ്ടവരുണ്ട് ഈ സംഭവം കണ്ടവരാന്നും പറഞ്ഞ് വിളിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ സന്തോഷിക്കുന്നതല്ല, ഞങ്ങൾ മൂലം മറ്റൊരാൾ സന്തോഷിച്ചല്ലോ, ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞല്ലോ, അല്ലെ അയാളുടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ ഒരു പ്രകാശം പെടുത്താനായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും കഴിഞ്ഞല്ലോ. ആ ഒരു വലിയ സന്തോഷം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അൽബിജിനെ പറ്റി പറയാം. എന്ത് ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ ഇട്ട് കണ്ടു സ്കൂളിലൊക്കെ ചെന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അത് എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. പിന്നെ ചേട്ടന്മാരെ, ചേച്ചിമാരെ എന്നെ വിളിക്കാണ് എനിക്ക് ഒരുപാട് ഫാൻസ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഓരോരുത്തർ വിളിക്കാനുണ്ട്. പിന്നെ ടീച്ചേഴ്സ്, പിന്നെ കൂട്ടുകാര്, അവരൊക്കെ പറയുന്നുണ്ട് ചേട്ടന്മാരെ, ചേച്ചിമാരെ എന്നുള്ള വിളി. അത് അടിപൊളിയാണ്. അത് എത്ര പേർക്കാണ് ഇഷ്ടമെന്നറിയോ? അല്ല, അതിനൊരു വലിയ കഥയുണ്ടല്ലേ. ഞാൻ വന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞൊരു കഥയാണ്. ഒരാൾ രാത്രിയിൽ വിളിച്ചതല്ലേ, അതൊന്ന് പറയുമോ? അതെ, അതേ കൊല്ലത്ത് ഒരു ചെറുപ്പക്കാരൻ, തെന്മലയെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരന് രാത്രി ആത്മഹത്യ ചെയ്യാൻ അങ്ങോട്ട് പോകാൻ. അപ്പൊ അവനിങ്ങനെ പോയി ഒറ്റയ്ക്ക് പോയിരുന്നു കഴിഞ്ഞ് സംഭവം എല്ലാം റെഡിയായി. അവനെ തുമ്പിച്ചക്കാരാണോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവനെ സംഭവം എല്ലാം റെഡിയാക്കി വെച്ചേക്കാം. അപ്പൊ അവൻ ചുമ്മാ ഇങ്ങനെ ഈ ഫോണെല്ലാം മാറ്റി കളഞ്ഞേക്കാൻ തുടങ്ങി. ഫോൺ ചുമ്മാ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പോകണം. ഫസ്റ്റിലെ ചേട്ടന്മാരെ, ചേച്ചിമാരെ നിൽക്കുന്നത്. പക്ഷെ അപ്പം അവൻ്റെ മനസ്സിലൊന്നും ഉൾക്കൊണ്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇവര് കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ അവന് വലിയ സന്തോഷമായി. അവൻ ആ നമ്പർ തപ്പിയിട്ട് ഞങ്ങളെ ഈ രാത്രി ഒരു 11 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ കൊച്ചിൻ്റെ ഒന്ന് ഫോൺ കൊടുക്കാവോ? ഞാൻ ചോദിച്ചാൽ എന്നാന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ചേട്ടന്മാരെ, ചേച്ചിമാരെ ഒന്നുകൂടെ പറയാം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാനിങ്ങനെ പോയതായിരുന്നു. പക്ഷേ ആ ഒരു വിളി എനിക്കൊരു വലിയ ആ ചിരിയും മുഖവും സന്തോഷവും, ഞാൻ തിരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ പോവുകയാണ്, എനിക്കൊരു എനർജി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ സാക്ഷ്യപ്പെടുത്തി. പക്ഷെ എന്നെ സംബന്ധിച്ച് ഭയങ്കര അനുഭവമായിരുന്നു. വെറും 2 വാക്കേൽ ഒരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന എങ്ങനെയാന്നുള്ളതാണ്. ഈ എപ്പോഴും പറയുന്ന ചേട്ടന്മാരെ, ചേച്ചിമാരെ എന്നാ. അതിന്റെ അനിയത്തിമാരൊന്നും വേണ്ട, അനിയന്മാരൊന്നും വേണ്ടേ? അല്ല, എനിക്ക് ചേട്ടന്മാരെ, ചേച്ചിമാരെ എന്നാണ് എന്റെ ഉള്ളിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഒരുപാട് ചേട്ടന്മാരെ, ചേച്ചിമാരെ ഉള്ള ഫാൻസ് വരെ ഉണ്ട്. ഈ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും റീച്ചായി, ഇത്രയും ആൾക്കാർ അറിയുന്നു, ഇത്രയും ആൾക്കാർ സന്തോഷിക്കുന്നു. അപ്പൊ ഇവർക്കൊക്കെ എങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റാറുണ്ടോ, കാണാൻ പറ്റാറുണ്ടോ? ഇത്രയും മെസ്സേജസ് വരുമല്ലേ? അതുകൊണ്ട് ഭൂരിഭാഗം പേരും തന്നെ നമ്മൾ ഫോണിലൂടെ തന്നെ വീഡിയോ കോൾ ഒത്തിരി സംസാരിക്കുന്നുണ്ട്. അത് തന്നെയല്ല നമ്മളിപ്പോ ഈ പോകുന്ന വഴിക്ക് ഒത്തിരി ആൾക്കാർ വണ്ടി നിർത്തി സംസാരിക്കുന്നു. അതൊക്കെ ഒരു വലിയ സംഭവമാണ്. അതെ, ഇതിനകത്തൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വലിയ ആളാണെന്നോ, അല്ലെ നമ്മൾ
അങ്ങനെ ആ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ എപ്പോൾ കയറി തോന്നി നമ്മൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഔട്ടാവും. അതുകൊണ്ട് ഒരിക്കൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെയുള്ളൂ, ഞങ്ങൾ സാധാ ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ജാടയില്ലേ, അല്ല നിങ്ങൾ സംസാരിക്കുന്നില്ല, നിങ്ങളെ വിളിക്കുമ്പോഴേ ഫോൺ എടുത്തല്ലോ, അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും വിളിക്കുന്നത്. പക്ഷെ പരമാവധി ആൾക്കാരോട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കാരണം ഞങ്ങൾ അവരെക്കാളും താഴ്ന്ന ഒരു നിലവിലുള്ളവരായതുകൊണ്ട് നമ്മളൊരാൾ വിളിക്കുന്ന ആ ബഹുമാനത്തോടുകൂടി തന്നെ നമ്മൾ തിരിച്ചവരെ വിളിക്കാറുണ്ട്. അത് അവർക്ക് വലിയൊരു സന്തോഷമാണ്. ശരിക്കും നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ഒരു തുടക്കകാലം ഉണ്ടായിരുന്നു, എവിടെ നിന്നാണ് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്ന് ഫേസ്ബുക്കിൽ നിന്ന് ഒരു തുടക്കം ഉണ്ടായിരുന്നു അല്ലേ? ഫേസ്ബുക്കിൽ കുറെ കാലമായിട്ട് സജീവമായിട്ടുണ്ടായിരുന്നു. ബീച്ചായിട്ട് ഞമ്മനായിട്ടെന്ന് പറഞ്ഞുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഉപയോഗിക്കാറൊന്നും ഇല്ലായിരുന്നു. അക്കൗണ്ട് ഉണ്ടെങ്കിലും തുടങ്ങാൻ ആവില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അമ്മ അബോധാവസ്ഥയിലെ കിടന്ന്, കഴിഞ്ഞ മാസം അമ്മ കഴിഞ്ഞ മാസം. അപ്പം അമ്മ ഇങ്ങനെ കിടന്ന് അമ്മയോട് ആശുപത്രി ഇരുന്നപ്പോൾ ആകെപ്പാടെ ടെൻഷനൊക്കെ ആയില്ല. അപ്പോൾ തിണ്ണായിരുന്നുകൊണ്ട് ഇമ്മ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ആ കൂടെയാണ് ഈ ഇറങ്ങിപ്പോയ ഈ ചെണ്ടാ മദ്ദളം തവല 3 വാദ്യോപകരണങ്ങൾ ചായക്കടയിൽ കയറിയൊരു കാര്യം ചുമ്മാ ഒന്ന് പറഞ്ഞു ചുമ്മാ ഇൻസ്റ്റാഗ്രാമിലിട്ട്. എനിക്ക് എൻ്റെ 150 ഫോളോവേഴ്സ് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇത് കണ്ടോണ്ട് ഈ കണ്ണൂര് പാലക്കാട്ടും കണ്ടുള്ളൊരു ചെറുപ്പക്കാർ അവരിതെടുത്ത് അവൻ്റെ അക്കൗണ്ടിനത് ഇട്ടു. പക്ഷെ അതൊരു 2-3 ദിവസം കൊണ്ട് അത് ആൾക്കാർ പലരോട് ചോദിക്കാൻ തുടങ്ങി, ഈ ഇങ്ങനെ പുട്ടും കടലയും കൊണ്ടെത്താന്ന് കേൾക്കുന്നുണ്ടോ. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം എന്നതാണോ അതിൻ്റെ പരിപാടി എന്നാണോ ഞാൻ കയറാറൊന്നുമില്ലായിരുന്നു. പിന്നീട് ഈ ഒരെണ്ണം കൂടെ ഞാൻ ചെയ്തു, ഈ തവള പിടിക്കാനായിട്ട് പെട്രോൾ മാസ് വിടറാ. അതും ഭയങ്കര റീച്ച്. അതും ഈ ഇദ്ദേഹം തന്നെയാണ് അത് എടുത്തിട്ടത്. പക്ഷെ അത് കഴിഞ്ഞപ്പം ക്യാമ്പസുകളിൽ ഒരു ഭയങ്കര ചർച്ചയായി. പിള്ളേർ തമ്മിൽ പരസ്പരം കാണുമ്പോൾ പെട്രോൾ മാസ്, ഇവിടുത്തെ പാല സെന്റ് തോമസ് കോളേജ് ഉണ്ട്, പാല അൽഫോൻസാ കോളേജ്, ഇവിടങ്ങളിലൂടെയൊക്കെ പിള്ളേര് ക്യാമ്പസുകളിൽ ഇത് ഭയങ്കര ചർച്ചയായി. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്ത പരിപാടിയാണ് ഇങ്ങനെ. അപ്പം പിന്നെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് പ്രഭാത ഭക്ഷണത്തിലേക്ക് കിടന്നു. വളരെ പെട്ടെന്ന് തന്നെ പ്രഭാത ഭക്ഷണം, സായാഹ്ന ഭക്ഷണം അതൊക്കെ മറക്കാൻ പറ്റുന്നില്ല അല്ലേ? 4 മണിക്കാപ്പി. അപ്പൊ ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ 8ഓളം പൂച്ചയുണ്ട്. പൂച്ചയും പട്ടിയും ഞങ്ങളും എല്ലാവരും കൂടി വരാന്ത ഇരുന്നുണ്ട്, അടക്കളയുടെ പറയുന്നത്. അതെ, റിസ്ക് കഴിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്കറിയത്തില്ല, 1 മില്ലേനിയം ഇപ്പൊ കഴിഞ്ഞിട്ട് ആൾക്കാർ അത് ഭയങ്കര ഒരു പണ്ട് ഇങ്ങനെ അമ്മ പാട്ടയ്ക്കകത്ത് റിസ്ക് എടുത്ത് തരുന്ന കാര്യവും, അല്ലെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ട കാര്യം, 4 മണി വിട്ട് ഓടി വരുമ്പോഴേ അമ്മ റിസ്ക് തരുന്ന കാര്യം, ഒത്തിരി പേർക്ക് ഈ അനുഭവം ഓർക്കാൻ പറ്റി. അതുപോലെ തന്നെ ചേട്ടന് തുടക്ക കാലഘട്ടങ്ങളിൽ കുറെ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നല്ലേ വീഡിയോ ഇട്ട്? ഉണ്ടായിരുന്നു, കണ്ടമാനം തെറിയ അശ്ലീകരമായ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞിട്ട് തെറി ഉണ്ടായിരുന്നു. അസൂയായിരിക്കും ചേട്ടാ, കാരണം നമുക്കൊക്കെ ഇത്രയും ടെൻഷനും പ്രഷറും ഇത്രയും വിഷമങ്ങളൊക്കെ ഇരിക്കുമ്പോ ഒരു മനുഷ്യൻ അവിടെ നിന്നിട്ട് മഴയത്ത് ഇത്ര ആസ്വദിച്ച് മഴ കൊള്ളുന്നു. അതെ അല്ലേ? അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഇട്ടോര് തന്നെ പിന്നെ തിരിച്ചു പറയാൻ തുടങ്ങി, സോറി, ക്ഷമിക്കണം, ഞങ്ങള് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പൊ നിങ്ങളില്ലാതെ പറ്റിയല്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നത്. അഡിക്റ്റഡ് ആയി ഇല്ലേ? കാരണം നിങ്ങളിപ്പോ ഒരു 2 ദിവസം കണ്ടില്ലേ, ആൾക്കാർ ചോദിച്ചു എവിടെ നിങ്ങൾ എവിടെയാന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് മാറി. പ്രഭാത ഭക്ഷണം, സായാഹ്ന ഭക്ഷണം, അതെ, അത് ലിറ്ററലി ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അതായിരുന്നു. പിന്നീട് ആരെങ്കിലൊക്കെ വിളിച്ചായിരുന്നു, സെലിബ്രിറ്റീസ് ആരെങ്കിലും? ഒത്തിരി പേര് ദിവസവും ആൾക്കാരെ വിളിക്കുക. പലരും പല മേഖലയിലുള്ളവർ വിളിക്കാറുണ്ട്. വൈദികരായിട്ടും അച്ഛന്മാരായിട്ടും സിനിമാ മേഖലയിലുള്ള ഒത്തിരി പേർക്ക് ഇത് ഒരു ഭയങ്കര ഒരു സന്തോഷം. ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു, മോന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് അച്ഛനാണ്. നിങ്ങൾ അത്ര കമ്പനിയാണ്? അതെ, ഞങ്ങള് കാരണം അത് ചോദിക്കാൻ കാരണം ഇപ്പൊ പല വീടുകളിലും അച്ഛൻ മോൻ ഇത്രയും ബന്ധങ്ങളൊന്നും പലപ്പോഴും ഇപ്പത്തെ കാലഘട്ടങ്ങളില്ല. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും ഇവനും ഭാര്യയും ചാച്ചനും അമ്മയും ഞങ്ങളെല്ലാവരും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണ്. ഇവനും ഞാമിലെ അങ്ങോട്ടാണ്ട് തന്നെ ഇവനെ ഞാനിപ്പം അങ്ങനെ ഇരിക്കുമ്പം ആശുപത്രി കൊണ്ടുപോലും മാനസികരോഗികളെ കാണിക്കും, ജയിലിൽ കൊണ്ടുപോകും, തറവറെ പോകും, അങ്ങനെയുള്ളവരെ കൊണ്ട് കാണിക്കും. നാളെ മറ്റൊരാൾ ഈ അവസ്ഥയിൽ വരുമ്പോൾ ഒരു സഹതാവ് അല്ലെങ്കിൽ അവരുടെ അനുകമ്പ, സഹജീവികളോടുള്ളൊരു കാരുണ്യം ഉണ്ടാകും. അപ്പം ഞാൻ പോകുന്നിടത്ത് എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച വീട്ടിൽ കൊണ്ടുവരും, മരിച്ച ആളുടെ അടുത്ത് കൊണ്ടുവരും കാണിക്കും. അപ്പം അങ്ങനെ ഒരു അതല്ല, മരിച്ച് സഹജീവികൾ സമൂഹത്ത് വേദന അനുഭവിക്കുന്നുണ്ട്, അവരോടൊരു കാരുണ്യം, അവരോടൊരു വിശ്വസ്തത, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അങ്ങനെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചുകൊണ്ട് ആ ഒരു സംഭവം അവന്റെ മനസ്സിലുണ്ട്. ശരിക്കും പൈസ ഉണ്ടാക്കാൻ മാത്രമല്ല പഠിപ്പിക്കുന്നത്, അല്ല, മനുഷ്യനാകാൻ പഠിക്കാം. മുതിർന്നവരെ കാണുമ്പോൾ എഴുന്നേൽക്കുക, അവരുടെ ഗുഡ് മോർണിംഗ് പറയുക. ഞങ്ങളിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ കിലോമീറ്ററോളം ഞങ്ങളുടെ കൂടെ റോഡെ നടക്കും. അപ്പോൾ ഒത്തിരി ആൾക്കാരെ ഇവന് പരിചയപ്പെടാൻ പറ്റും. അതൊരു വലിയ ചെറുതവരെ വലിയൊരു പ്രായം ചെന്നവര് അങ്ങനെയുള്ളവരെല്ലാവരെയും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് മനസ്സിൽ നിറയെ സന്തോഷം, ഇത്രയും വരെ കണ്ടു, അല്ലെ ഇവനെ പരിചയപ്പെടുത്തിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ആശുപത്രിയിലായാലും ഇപ്പം ഈ ഞാനോ അല്ല എൻ്റെ ഭാര്യയോ ക്ഷീണം വന്നാലും ഇപ്പം ഇവനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ഇവനെ ചെറുപ്പം മുതൽ ഇത് കണ്ടു പഠിച്ചതുകൊണ്ട് ആ ഒരു സ്നേഹവും കരുതലും, പഠനമല്ല പഠനത്തെക്കാൾ ഉപരിയായിട്ട് മനുഷ്യനായിട്ട് കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് ജീവിക്കുക. അതുപോലെ തന്നെ ഈ ചോറ് കറിയ ചട്ടിക്കകത്ത് ചോറൊക്കെ കൊടുക്കുമ്പോഴൊക്കെ
ഇല്ലായ്മ ദാരിദ്ര്യം അതല്ല എല്ലാ ദിവസവും ഇറച്ചി വേണം, എല്ലാ ദിവസവും മീൻ വേണം, നല്ല മറിച്ച് ഇച്ചിരി ചക്കക്കുരിച്ചാറോ ഇച്ചിരി സാമ്പാർ കിട്ടിയാലും വയറ് നിറയും, 2 കാന്താരി കിട്ടിയാലും മതി. മതി. ആ ഒരു ബോധ്യം കൊടുക്കാൻ പറ്റി. അത് ഞങ്ങളുടെ ഫാൻ കേട്ടോ. ചക്കൻ കാന്താരി പൊട്ടിച്ച് കഴിക്കുന്നുണ്ടല്ലോ. അതെ, നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ നാക്കിൽ നിന്ന് വെള്ളം വന്നു അത് ശരിക്കും പെട്ടുപോകുന്ന ഈ ഗൾഫിലൊക്കെ ഇരിക്കുന്നവർക്ക്. അത് അവരും ചിലർ വയലൻ്റൊക്കെ ആകാറുണ്ട്, ഇട്ടച്ച് പോവോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈയിടെ നാളെ ഞങ്ങൾ കുവൈറ്റ് വെച്ചൊരാൾ ചൂടായതാ. ഫ്ലാറ്റ് ചൂട് ഭയങ്കര ചൂടാണ്. കുവൈറ്റിലും കണ്ട് ഫ്ലാറ്റ് ചൂട് കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. വെമ്പറോതിന് പകലും കണ്ട് ഡ്യൂട്ടി, ഇയാൾക്ക് രാത്രിക്ക് ഉള്ളത് തോന്നുന്നു. അപ്പോഴാണ് രാവിലെ ഞങ്ങൾ ഈ ചെണ്ടക്കപ്പേ മുളക് കൂടെ കൂട്ടുകാരെ അയാളെ അയാള് ആദ്യം അയാള് വേറെ ഭാഷ ഉപയോഗിച്ചേ, ഇത് ഇട്ടച്ച് പോകാൻ പറ്റുമോ പറഞ്ഞു. ഞാൻ മനപ്പുറം തെറി പറഞ്ഞല്ല, ഇവിടെ ഈ ഒരു മുറിക്കകത്ത് ഇങ്ങനെ വെന്തിരിക്കുക, ഭാര്യനെ പോയി പിള്ളേർ ഒരു കൊച്ചിനെ നോക്കണം, അപ്പൊ ഇങ്ങനെ ഭക്ഷണമൊന്നും ശരിയാകുന്നില്ല, അവള് വന്നാലേ ഇനി ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അന്നത്തിന് എനിക്ക് ഡ്യൂട്ടിക്ക് സമയമാവും. അപ്പൊ അന്നേരം ഈ കോപ്പി ഇത് വെച്ച് നോക്കിയപ്പോഴാന്ന് പറഞ്ഞു അന്നത്തെ ആ നാട്ടിലെ കൂട്ടുകാർ കൂടി കരിങ്കയിരുന്ന് കണ്ട് ചെണ്ടക്കപ്പയും മുളകും കൂടെ ഒക്കെ തിന്നുന്നത്. അപ്പൊ ഞാൻ അത് മുളകെ 2 തൂക്ക് തൂക്കിയിട്ട് ഞാൻ ഇവന് കൊടുത്തു, അവൻ എനിക്കും കൂടെ വെച്ചു. ആ പുള്ളി ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ അടിച്ചു കൊല്ലുകൊള്ളായിരുന്നു. എനിക്ക് അത്രയും പുള്ളിക്ക് കലിപ്പുണ്ടായിരുന്നു. അല്ല അതാ എന്റെ ആദ്യത്തെ ചോദ്യം തന്നെ, എന്ത് ഭാഗ്യവാന്മാരാണ് ഈ ഒരു വീട്. അതെ അതിന് ഇത്രയും പ്രകൃതിക്ക് ചുറ്റുമുള്ള ഒരു ബ്യൂട്ടിഫുൾ ഹോം. അതെ, അത് മഴ അല്ലെങ്കിൽ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റിയ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? 5 പൂച്ച, ഒരു പട്ടി, എല്ലാരും ആയിട്ടേ എല്ലാരും ഹാപ്പി. എനിക്ക് ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞിന് പോലും ചെറിയൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ അന്ന് വെമ്പറോത്ത് പിള്ളേരായി ഇവരാരും ഉറങ്ങിയത്. എല്ലാവർക്കും ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഷോക്കാണ്. ആ പൂച്ചക്കുഞ്ഞ് എന്ത് പറ്റി, അതിന് ക്ഷീണം വന്നാല് തളർച്ച വന്നാല്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു പൂച്ച പ്രസവിച്ച് 2 കുഞ്ഞും ചത്തുപോയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അന്ന് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല. നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിരുന്ന പൂച്ച. അതെ, ഒരു പൂച്ചക്കുഞ്ഞുങ്ങൾ ഉണ്ടായതുള്ളത്. അതുണ്ട്, അതിന്റെ കുഞ്ഞുങ്ങളാ. അപ്പൊ അത് ഞാൻ പറഞ്ഞതല്ല, അതേ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഫീലിംഗ് ആയി ആ കുഞ്ഞു മരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് ഞാനുണ്ടല്ലോ രാവിലെ റോട്ടിൽ പോയപ്പോൾ ഒരു ചേട്ടൻ രാവിലെ 2-3 വീട്ടിൽ പൂച്ച പറ്റിട്ട് ആ കുഞ്ഞുങ്ങളെ ചാക്കിനകത്ത് കെട്ടിയിട്ട് മെയിൻ റോട്ടിൽ കൊണ്ട് അഴിച്ചു വിട്ടു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലി ഒരു ടിപ്പർ വന്ന് ഈ 2-3 കുഞ്ഞിന്റെ മേത്തൂടെ കയറിയൊക്കെ പോയി. പക്ഷെ ഞാൻ ഇവിടുത്തെ ഒരു പൂച്ചക്കുഞ്ഞ അത് പോയപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കുണ്ടായ ഫീലിംഗ് ഭയങ്കര വിഷമവും സങ്കടവും കരച്ചിലും. അതേസമയം ചാക്കി കെട്ടിക്കൊണ്ട് റോട്ടിൽ കൊണ്ട് വെച്ചിട്ട് വണ്ടി കയറ്റി കൊല്ലുക എന്ന് പറയുമ്പോഴേ ആ മനുഷ്യനാരായാലും അത് ഞാൻ പറഞ്ഞ അത്രയും സഹജീവികളോടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വന്നതെന്ന് ഞാൻ പറഞ്ഞ ഒരു പൂച്ചയ്ക്ക് വന്നാലോ ഒരു പട്ടിക്ക് വന്നാലോ അത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയാൽ അത്രമാത്രം ഒരു ബന്ധം മൃഗങ്ങളോടായാലും പ്രകൃതിയോടായാലും സഹജീവികളോടായാലും എല്ലാവരോടും അങ്ങനെയൊക്കെ ഒരു എല്ലാവർക്കും ഉള്ളത് ജീവനല്ലേ. ഇടയ്ക്ക് പറഞ്ഞു തന്നപ്പോ നമ്മളൊരു ജയിലിന്റെ കാര്യം പറഞ്ഞു, ജയിലിൽ പോകാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് കയറാൻ പറ്റുമോ? നമുക്ക് ജയിൽ മിനിസ്റ്ററി സംഭവം അത് നമുക്ക് സൂപ്രണ്ടിന്റെ അനുവാദം മേടിച്ച് നമുക്ക് കാണാം, തടവുകാരെ കാണാം, അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ മാസത്തിലോ അല്ല വർഷത്തിൽ 2 തവണയൊക്കെ പോകാറുണ്ട്. അതൊരു ഭയങ്കര അനുഭവമാണ്. അതുപോലെ തന്നെ മരീസദനം പാലായുണ്ട്, അവിടെ PU തോമസാന്റെ അവിടെയൊക്കെ പോകാറുണ്ട്. എന്തായിരിക്കും അവിടെ ചെന്നിട്ട് ചെയ്യാൻ നമ്മുടെ ഒരു അനുഭവം എടുത്ത്? അല്ല, അവരോട് കാര്യങ്ങൾ സംസാരിക്കും, ഇടയ്ക്ക് വേണ്ടി അവർക്ക് ചെറിയൊരു പ്രോഗ്രാമുകളൊക്കെ ചെയ്യും. എന്ത് പ്രോഗ്രാം? ചെറിയൊരു മിമിക്രി പരിപാടി പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ജയിലർക്ക് വേണ്ടിയുള്ളായിരുന്നു. ഒരു 10 മിനിറ്റ് പന്തീരാര് സ്ഥലപ്പേര് പറയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അത് അവതരിപ്പിക്കും. പിന്നെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു, നുണ മത്സരം എന്നും പറഞ്ഞു. നുണക്കഥ. അപ്പൊ എല്ലാ ജില്ലകളിലും ഏറ്റവും കൂടുതൽ സമ്മാനം എനിക്കായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇനി ഒരു കൈയൊക്കെ പറഞ്ഞ് തിരിച്ചു പോരും. അങ്ങനെ ഒരു അവർക്കൊരു സന്തോഷം. പക്ഷെ മാസത്തിലോ വർഷത്തിലോ ഒരിക്കലും അങ്ങനെ അവരെ പോയി സന്ദർശിക്കുന്നതോടുകൂടി നമുക്ക് വലിയൊരു അനുഭവമാണല്ലോ. ആ മേഖലകളിലൊക്കെ ഇവരെയും കൊണ്ടുപോകാറുണ്ട്. മോനെന്തെല്ലാം അവിടെ ചെയ്യാറുണ്ടോ? അപ്പൊ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും? അല്ല, അവരെ കാണുന്നേ ഉള്ളൂ, ഞാനത് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിന്റെ കേസ് കേട്ടിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ പോകാറുണ്ട്. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം? എന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെ ഈ ഒരു രീതി അമ്മയ്ക്കൊക്കെ ഈ വന്നതോടുകൂടി തന്നെയാണ് ഈ രോഗികളെ സന്ദർശനവും പരമാവധി മരണ വീടുകളിലെ രോഗി വീടുകളിലൊക്കെ പോയി ഞങ്ങൾ 2 പേരും കൂടെ പോയി ചെലവഴിക്കാറുണ്ട്. കാരണം നാളുകളിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിലൂടെ കടന്നു പോകേണ്ടവരാണെങ്കിൽ പോലും നമുക്കും മറ്റുള്ളവരെ കണ്ടില്ലാതല്ല, നമ്മളിപ്പോൾ ആരെങ്കിലും നോക്കിയാലേ നമുക്കും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മറ്റുള്ളവർ നമ്മളോട് കാണുമെന്നുള്ളൊരു ബോധ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയെന്നേ ഉള്ളൂ. അപ്പം ചേട്ടൻ ഇപ്പം സ്കൂളിലല്ലേ? സ്കൂളിലാണല്ലേ? അപ്പൊ ഞാൻ കേട്ടിരുന്നു ചേട്ടൻ അവിടെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് പിള്ളേരുടെ നാടകം, ഓണായിട്ട് മിമിക്രി, ഇതെല്ലാം കഥ തിരക്കഥ സംഭാഷണം ഞാൻ തന്നെ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടികളും എല്ലാം ഞാൻ തന്നെയാണ്. വെളുപ്പിന് ഞങ്ങളെല്ലാവരും 3:30 ആകുമ്പോൾ ഞങ്ങൾ എഴുന്നേക്കും. ഒരു 5 മണി. അത്ര മണിക്കോ? ഞാൻ കണ്ടിട്ടില്ല. ഇവര് 5 ആകുമ്പോ ഞാനും ഭാര്യയും ഞങ്ങൾ 3:40 ആകുമ്പോഴേക്കും. പക്ഷെ അത് ഞങ്ങൾക്ക് പിന്നെ അതാ പറഞ്ഞ ഒരു 6 മണിയോടുകൂടി എല്ലാ പരിപാടിയും തീർന്ന് ഞാൻ എന്റെ വഴിക്ക് പോകും.
പക്ഷെ അങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് വലിയ സന്തോഷവാനാണ് ഞങ്ങൾ രണ്ടുപേരും. അത് ഞാൻ ഈ രോഗികളുടെ കാര്യം പറഞ്ഞു, അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. നമുക്ക് ആകെ എനിക്ക് ഈ വീട് കണ്ടപ്പോൾ തോന്നുന്ന ഒരു വഴിയുടെ മാത്രമേ ഉള്ളൂ, വഴി. അതെന്തായിരിക്കും അതൊരു വഴി? അത് ഈ ഇങ്ങനെ ഉൾപ്രദേശത്തോട്ട് കയറിയ ഒരു വീടായതുകൊണ്ടും പിന്നെ ഇപ്പം ഈ അങ്കമാലി ശബരിപാത എന്ന് പറഞ്ഞൊരു പാത വരുന്നുണ്ട്, അത് ഈ പറമ്പിലൂടെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും വിൽക്കാനോ അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ആശങ്കയില്ല, ഒന്നിനെപ്പറ്റി ടെൻഷൻ ഇല്ല, ഒന്നിനെക്കുറിച്ചും ടെൻഷൻ ഇല്ല. പിന്നെ ഇതൊരു ജപ്തി സംബന്ധമായ കേസിൽ നിൽക്കുക ഈ വീട്. അതൊരു സർവീസ് ഭരണ ബാങ്കുമായിട്ട് ഞാനൊക്കെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഒരു സംഗതിമായി ലോൺ എടുത്തുണ്ടായ ഒരു സംഭവമാണ്. പക്ഷെ അത് അടയ്ക്കാൻ പറ്റില്ല, അമ്മയുടെ പ്രശ്നമായി പല പ്രശ്നങ്ങൾ, രോഗാവസ്ഥ, അങ്ങനെയൊക്കെ ഞാനൊരു ആവശ്യത്തിൽ അങ്ങനെയൊക്കെ അടയ്ക്കാൻ പറ്റില്ല. പക്ഷെ അവർ മാർച്ച് 31 വരെ സമയം തന്നിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഇത് 8 ലക്ഷം രൂപ ആയി. ഇത് അടച്ചില്ലെങ്കിൽ അവർ, ഞങ്ങൾ കുറേ വീട്ടുകാരുണ്ട്, ഞാനല്ല വേറെ വീട്ടുകാരുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് അറിഞ്ഞ ആ ചാനലുകാർ വന്ന് ഇട്ടായിരുന്നു. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഒരു 2-3 ലക്ഷം രൂപ 2 ദിവസം കൊണ്ട് അവർ കൊണ്ട് അടച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ആകെ ഇരുന്നവർ 8 ലക്ഷം രൂപയും കൂടെ അടച്ചാലേ തീരുള്ളൂ. അപ്പം എന്നാലും കുറേ പേരൊക്കെ ഇപ്പോഴും 10,000 രൂപ വെച്ച് തന്ന് ഞങ്ങൾ കൂട്ടി വെക്കുന്നുണ്ട്. നമ്മളാരും ആവശ്യപ്പെട്ടില്ല. പക്ഷെ അത് പുറത്തുള്ള ഒത്തിരി പേര് ഇങ്ങനെ ഇത് കണ്ടോണ്ടിങ്ങനെ തന്നേ ഉള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ആശങ്കയൊന്നുമില്ല. പക്ഷേ നാളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇന്നത്തെ ദിവസം മനോഹരമാക്കുവാന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാളത്തെ ദിവസം ബൈബിളിൽ പറയുന്നത് ഓരോ ദിവസവും അതിന്റെ ക്ലേശങ്ങൾ മതിയല്ലോ. അല്ല, അത് ചോദിക്കുമ്പോഴാണ് വെച്ചത്. അപ്പൊ നമുക്ക് ഇപ്പൊ വരുമാനമായിട്ട് നമ്മളിപ്പോ ഈ ഇടയ്ക്ക് കേട്ടിരുന്നു ബർത്ത്ഡേ വിഷസിന് പൈസ പലരും മേടിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ടെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ, ഞങ്ങൾക്ക് ഇങ്ങനെ വരാറില്ല. കാരണം നമ്മള് ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും തരാൻ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ ചിലർ 50 രൂപ തരും, ചിലർ 20 രൂപ തരും, ചിലർ 100 രൂപ തരും. അതൊക്കെ തരുന്നേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടം ചെയ്തു തരുന്നതിന് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അല്ല, നമുക്കൊരു പ്രത്യേകിച്ച് കണക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ പോണ സമയങ്ങളിലൊക്കെ ഈ ആൾക്കാർ സെൽഫി ഒക്കെ എടുക്കാറുണ്ടോ? അത് ഭയങ്കര അറിയേണ്ടത്. അതൊരു ഇപ്പൊ ചെമ്മനോടത്ത് ആ ഈരാറ്റുടെ കാഞ്ഞിരപ്പള്ളി ഓടിപ്പോ വണ്ടിക്കാരെല്ലാം കണ്ട അന്നേരം വണ്ടി നിർത്തി സ്കൂളിൽ കയറി വരിക, അല്ലെ സെൽഫി എടുക്കുക. ഇന്നൊക്കെ ഒരു 10-15 രാവിലത്തോളം എല്ലാ ദിവസവും തന്നെ എടുക്കാറുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങള് എറണാകുളത്ത് ഒരു ചാനലിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നപ്പോൾ മോളിൽ കൂടെയുള്ള പാലത്തെ കൂടെ കയറി വൈറ്റിലേക്ക് അപ്പുറത്തോടെ ഞങ്ങൾ നടന്നപ്പോ ഒത്തിരി പേര് പാലത്തെ കൂടെ ക്രോസ് ചെയ്യുമല്ലോ. ഒത്തിരി കോളേജ് പിള്ളേർ ഇങ്ങോട്ട് വരും. ഞങ്ങൾ രണ്ടും കൂടെ സൈഡിൽ മാറി വന്നത്. അന്നേരത്തിന് അവരെല്ലാരും കൂടെ ഓടി വന്നിട്ട് ഇവനെ വളഞ്ഞു. ഞങ്ങള് അവിടെ പോയി അത്ഭുതപ്പെടും. കാരണം ഈ പാലത്തിന് നടുക്ക ഈ മണ്ടക്കുടി. അപ്പൊ ഈ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. ഒത്തിരി പേരോട് ചോദിച്ചാൽ അപ്പുറത്തെ വയറ്റിലേക്ക് പോകുന്ന റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ തപ്പി പോവാ. അപ്പൊ അതിനിടയ്ക്ക് ആമ്പിള്ളേരും പെമ്പിള്ളേരും അവിടെ വന്നു ഞങ്ങളെ വഴി കാണിക്കുന്നു, വണ്ടിയെ കയറ്റി വിടാൻ വരുന്നു, സെൽഫി എടുക്കുന്നു. ഞങ്ങൾക്കത് ഭയങ്കര അത്ഭുതമായി പോയി. എറണാകുളത്തിന്റെ സന്തോഷമല്ലേ അതൊക്കെ? കാരണം നമ്മള് വേറൊരാളെ സന്തോഷിപ്പിക്കുന്നു. അതെ, നമുക്ക് ഈ ദൈവം അല്ലെങ്കിൽ കർമ്മ തിരിച്ച് ഈ സന്തോഷം നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. അല്ല, ഇപ്പൊ നമുക്ക് ഇങ്ങനെ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനെ നമുക്ക് ഇനി വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ മറ്റേ പള്ളിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അത് മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ? ഇനി ഇങ്ങനെ ആൾക്കാർ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു 100 പേര് ഒറ്റയടിക്ക് വന്നാൽ എന്ത് ചെയ്യും? അതെ, ഇല്ല, അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിക്കുന്ന പേടിയുണ്ട്. ഞാനൊന്ന് വളർത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലും. നമുക്ക് ഈ സന്തോഷം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമ്മൾ ഇത്ര ഹാപ്പിനെസ് കൊടുക്കുന്നു. അതെ, നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളിപ്പം നിൽക്കുന്ന ഇതില് നമുക്ക് എങ്ങനെ ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും? ഇപ്പം ഈ നിൽക്കുന്ന പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിപ്പോ ഞാനൊരു ശരിക്കും ഭയങ്കര ഒരു പിരിമുറുക്കത്തിന്റെ മുമ്പിലാണ്. ഒരു പക്ഷേ ബാങ്കിന്റെ ഒരു സൈഡ് പ്രശ്നം നിൽപ്പുണ്ട്, ഒരു വീടിന്റെ ഒരു പ്രശ്നമുണ്ട്. നല്ലൊരു എല്ലാം പോയതാണ് വീട്, ഭവനങ്ങള് അല്ല വീട് അങ്ങനെ വഴിയില്ല, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അത് വെച്ച് പറഞ്ഞാൽ എനിക്ക് ഒരടി പോലും ചിരിക്കാനോ ഒരടി പോലും മുന്നോട്ട് പോകാനോ പറ്റുന്നില്ല. പക്ഷെ നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡയലോഗ് ഉണ്ട്, അതാണ് ഇപ്പൊ പാ വേറെ പാപ്പച്ചൻ വേറെ. അതിപ്പോ എല്ലാവരും ഏറ്റു പറയുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഡയലോഗാണ് പാ വേറെ പാപ്പച്ചൻ വേറെ. അതിന്റെ അർത്ഥം ഇതാണ്, ദുഃഖവും ദുരിതങ്ങളും അതെല്ലാം അങ്ങോട്ട് അത് മാറിപ്പോട്ടെ. ഈ ഒരു നിമിഷം ഞാൻ സന്തോഷിക്കുന്നത്, ആ സന്തോഷത്തിലൂടെ എന്റെ ചുറ്റും ഒരു സാധനം എന്റെ ചുറ്റും വരാൻ പാടില്ല. അപ്പൊ ഇത് ശരിക്കും ചേട്ടൻ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല? സിനിമ ഉണ്ടായിരുന്നു, സിനിമ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ മേഖലയിൽ ഞാൻ കലാഭവനൊക്കെ ആയിട്ട് വർഷങ്ങളെ ബന്ധപ്പെടുകയും അതുപോലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഏത് കാലഘട്ടമായിരുന്നു അത്? അതൊരു 1990 കാലഘട്ടങ്ങളിലായിരുന്നു. 10ാം ക്ലാസ് SLCക്ക് ശേഷമാണ്. പക്ഷെ അതൊന്നും പിന്നീടുള്ള പ്രശ്നങ്ങളൊന്നും നടന്നില്ല. എന്തായിരിക്കും അന്ന് വീട്ടിലെ പല പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് പിന്നെ 92 തൊട്ട് ഇപ്പം കൂലിപ്പണിക്ക് ഇറങ്ങേണ്ടി വന്നു. പണിയായി, പരിപാടിയായി. നമുക്ക് രണ്ടും കൂടെ ചെയ്യത്തില്ലായിരുന്നു, ഈ ഒരു പഠിത്തവും ജോലിയും കൂടെ? അല്ല, അങ്ങനെ പോകാൻ പറ്റത്തില്ലായിരുന്നു. വീട്ടിലെ ഉത്തരവാദിത്വം ഒരാളെ ഉള്ളായിരുന്നു, അയക്കേണ്ടി വന്നു.
അങ്ങനെ എൻ്റെ പേര് പല പ്രശ്നങ്ങളായിരുന്നു. എന്നാലും ഞാൻ ഈ കലാഫീൽഡിൽ അന്നിടയ്ക്ക് മിമിക്രി ചെയ്യാൻ പോകുമായിരുന്നു ഒറ്റയ്ക്ക് മറ്റേ ഫീൽഡിലൊക്കെ പോകുന്നത്. അങ്ങനെ പലരുമായിട്ട് പരിചയമൊക്കെ പെട്ടു. പക്ഷെ എന്നിരുന്നാലും ഇത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ദൈവം ഒരു വഴി കാണിച്ചു തന്ന് നമ്മളങ്ങ് മുന്നേറി എന്നേ ഉള്ളൂ. അതെ. സിനിമയിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടോ? ആരെങ്കിലും സിനിമയിൽ നിന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? 4-5 മാസം മുമ്പ് ഇങ്ങനെ ജയസൂര്യാന്ന് ഈ പ്രഭാത ഭക്ഷണത്തെക്കുറിച്ച് ചോദിച്ച് വിളിച്ചായിരുന്നു. എന്നിട്ട് അതിന്റെ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഈ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അല്ല നിങ്ങൾ ഈ മേഖലയിലേക്ക് വരുന്നെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങളൊരു 2-3 ടെലിഫിലിമുകളിൽ ഇപ്പൊ അഭിനയിച്ചു. ഇവിടെ വന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. വെച്ചടി കേറ്റാണല്ലേ. ശരിക്കും ഈ കോവിഡ് സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ചേട്ടൻ ഈ നാട്ടിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ഒക്കെ. എന്തായിരുന്നു ചേട്ടാ അതൊരു? അത് അവരുടെ മൃതസംസ്കാരം നടത്താൻ ആളില്ലായിരുന്നു കോവിഡ് രോഗികളെ. അപ്പൊ ഞാൻ ഏതാണ്ട് 12ഓളം പേരെ മൃതസംസ്കാരം ഈ പഞ്ചായത്തിലും അടുത്ത പഞ്ചായത്തിലും നടത്തിയ ആള് ഞാനായിരുന്നു. അപ്പം ഇത് ഈ കോവിഡ് ബാധിച്ച് മരിച്ചു കഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ ഈ സാധനം വെച്ചേക്കുക. അപ്പോൾ വെച്ചേക്കെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോവിഡ് രോഗികൾ മരിക്കുന്ന മുഴുവനും പ്ലാസ്റ്ററിനകത്തും ഈ തുണിക്കകത്തും എല്ലാം പൊതിഞ്ഞ് വലിച്ചു കിട്ടി ഈ കള്ളിക്കകത്ത് വെച്ചേക്കുക. അപ്പം ഈ EPP കിറ്റ് അണിഞ്ഞ് വേണം പോകാൻ. അപ്പം 2-3 പേരുണ്ട്. അപ്പോൾ ഇത് ഈ മെഡിക്കൽ കോളേജ് ചെന്ന് കഴിയുമ്പോൾ സംഭവിച്ച് കഴിയുമ്പോൾ മെഡിക്കൽ കോളേജ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവര് ഈ ബോയ് ഇവര് തുറന്നു തരികയില്ല. കാരണം ഈ ഐസ് ആയതുകൊണ്ട് അണുക്കൾ അതിലുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇതിന്റെ കീ നമുക്ക് തരുള്ളൂ. അപ്പൊ കൂടെ വന്നൊരു കീ തുറക്കുകയില്ല. അപ്പൊ ഞാൻ വേണം കീ തുറക്കാൻ. കീ തുറത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഈ കാല് ശരീരം ഇങ്ങനെ ഇതിനകത്ത് ഇരിക്കുന്നതാണ് തുണിക്കകത്ത. എന്നിട്ട് അത് വലിച്ച് നിലത്ത് വെക്കണം. നിലത്ത് കഴിഞ്ഞിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യണം, ഇത് ഇന്ന ആളാണോ. വീട്ടുകാർക്കും കാണില്ല, ആരെയും കാണില്ല, ഒരു ഫോട്ടോ മാത്രമേ തന്നിട്ടുള്ളൂ. എന്നിട്ട് ഈ കണ്ണ് നമ്മൾ തുറന്ന് തുണി കിഴിച്ച് നോക്കി ഈ മുഖം കാലിൻ്റെ തള്ളവിരലും ഇത് ഇപ്പം നമ്മൾ വിരലും കൊണ്ട് തൊട്ട് ഇത് അതിൻ്റെ വീട്ടുകാരോട് നമ്മൾ അകത്തുനിന്ന് പറയണം ഇന്ന ആളാണ്. എന്നിട്ട് ഇത് ഈ ബോഡി എടുത്ത് പൊഞ്ഞ് കെട്ടിട്ട് മുട്ടമ്പലത്ത് കൊണ്ട് ഇത് ദഹിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ദഹിപ്പിക്കാൻ പോയപ്പം 6 എണ്ണം ഞാനാ ദഹിപ്പിക്കുന്നതിൻ്റെ പകുതി ആകുമ്പം ഒരാളെ കൂടി ഇത് ഇളക്കി കൊടുക്കാൻ വേണം. അപ്പോൾ ആരെയും കയറ്റിയാലും ഞാൻ തന്നെ ഉള്ളൂ. അപ്പം ഞാൻ തന്നെ കയറി ഈ ബോഡി തിരിച്ചു മറിച്ചിട്ട് കത്തിക്കോ. കാരണം അന്ന് അപ്പം വീട്ടിലൊന്നും പ്രശ്നമില്ലായിരുന്നു. വീട്ടിലൊന്നും അമ്മ മേലാതെ കിടക്കുമായിരുന്നു. നാട്ടിൽ പ്രശ്നമായിരുന്നു. വീട്ടിൽ കയറ്റിയാലും വീട്ടിലെ ഭയങ്കര പ്രശ്നമായിരുന്നു. അതായത് പിന്നെ അപ്പം അന്ന് കുളിച്ചിട്ട് വേണ്ട വരാൻ അടക്കിയിട്ട് പെട്ടിക്കകത്ത് ഭസ്മം കൊണ്ട് കുഴിക്കകത്ത് വെക്കുക. അങ്ങനെ അതങ്ങനെ കത്തിച്ചിട്ട് നമ്മള് ഇത് അങ്ങനെ ഇവര് മരിച്ചു കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കട്ടിലിൽ നിന്ന് ഈ ബോഡി എടുത്ത് ആംബുലൻസ് കയറ്റി ഈ അവിടം വരെ എത്തിക്കേണ്ട ചടങ്ങ് വരെ ആയിരുന്നു. അങ്ങനെ ഒരു 12ഓളം പേരെ ഈ കോവിഡ് കാലത്ത് നാട്ടിൽ ചെയ്യേണ്ടത്. അങ്ങനെ ആരും തന്നെ അതിന് വേണ്ടി മെനക്കെട്ടിട്ടില്ലായിരുന്നു. കാരണം ഇവിടെ വീട്ടില് അമ്മ ബോധമില്ലാതെ കിടക്കുന്നു. വീട്ടിൽ ഇത്ര അയൽവക്കം എല്ലാം വീടുകളുണ്ട്. പക്ഷേ ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഒരു പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിള്ളേരുടെ ഭാഗം സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഭാര്യ പൂർണ്ണമായ ഒരു പേടി ഉണ്ടാകത്തില്ല. കാരണം എല്ലാവരും ചോദിച്ചു ഇങ്ങനെ മരിച്ച് കട്ടിലെ കിടന്നു വീട്ടുകാരെല്ലാം ഇറങ്ങി ഓടും. പിന്നെ ആരും ആ ബോഡിയെ ഇടിക്കുമല്ലോ. അത് 2 കൈ കൊണ്ടും എടുത്ത് പൊതിഞ്ഞു കെട്ടി ആംബുലൻസ് കയറ്റി മേത്തെല്ലാം ഇട്ട് മോർച്ചറി കൊണ്ട് വെച്ചു. തിരിച്ചെടുത്ത് കത്തിച്ചു, ചാരം കൊണ്ട് കൊടുത്തു. അങ്ങനെ ഒരു 12ഓളം പേരുടെ സംസ്കാരം നടത്താൻ പറ്റി. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു പുണ്യമൊക്കെ ആയിരിക്കും തോന്നുന്നു. പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ വീട്ടുകാരുടെ പ്രാർത്ഥനയും അല്ല അത് എനിക്ക് കോവിഡ് വന്നൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ വരും ചേട്ടാ. അതെ, കാരണം അത് നമ്മൾ തിന്മയല്ലോ ചെയ്യുന്നത്. അതെ അങ്ങനെയൊക്കെ ഒരു അതിനുശേഷം എന്താ മോനെ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാരെയും കാണാൻ പോകുന്നു. അസുഖമുള്ള ഹോസ്പിറ്റലുകളിൽ പോകുന്നു. അതെ അങ്ങനെ ഇങ്ങനെ ആവാൻ പറ്റുള്ളൂ ശരിക്കും. അതെ എങ്ങനെയാ എങ്ങനെ ഒരു മനുഷ്യന് ഇങ്ങനെ ആകാൻ പറ്റുന്നു. അതെ അത് വലിയൊരു ഭാഗ്യമാട്ടോ. നമുക്ക് തിരിച്ച് ആൽവി കുഞ്ഞിനോട്ട് വരാം. അതെ, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പോലെ അല്ലേ. ആൽവി കുഞ്ഞിന് ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അച്ഛൻ പഠിപ്പിച്ചെന്ന് ഏറ്റവും ഒരു നല്ല കാര്യം പറയുമോ? ജയിലില് പോയി കാണുന്നത്, പിന്നെ രോഗികളെ കാണുന്നത്, പിന്നെ നമ്മള് ഏറ്റവും കൂടുതലും പരിചയപ്പെടുന്നത് റോഡിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ അങ്ങനെ ഓരോരുത്തരും വിളിക്കുന്നുണ്ട്. പിന്നെ സെൽഫി ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. അത്രയൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ മോനത്തെ ഇപ്പൊ എത്രല്ല പഠിക്കുന്നത്? 7 അല്ലേ? ചേട്ടൻ 10ാം ക്ലാസ്സിലല്ലേ പഠിത്തം നിർത്തുന്നത്? SLC ഒരു വലിയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. SLC തോപ്പിക്കാൻ വേണ്ടി 2-3 തവണ SLC എഴുതി. അതെന്താണ് ചേട്ടാ സംഭവം? അല്ല, SLC എഴുതിയിട്ട് SLC 120-125 മാർക്കൊക്കെ ഉള്ളായിരുന്നു.
അപ്പം അത് കഴിഞ്ഞ് SLC ബുക്ക് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഒരു ക്ഷീണം തോന്നി. ഷുഗർ കഴിഞ്ഞ ദിവസം പിന്നെ പരിശോധിച്ചേ, അപ്പോൾ ഷുഗർ 300-നടുത്തുണ്ട്. ഭയങ്കരമായ സന്തോഷമായി. അതായത് ഒരിക്കൽ പോലും ഒരു ഫസ്റ്റ് ക്ലാസ് ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഇത് പെട്ടെന്ന് ഒരു 120-300 കിട്ടും. ഞാൻ ആ റിസൾട്ട് എടുത്ത ചങ്കത്ത് വെച്ച് ഒത്തിരി സന്തോഷിച്ചു. എന്നാൽ ഈ ലാബുകാരി വെച്ചാൽ എന്നാ പറ്റിയെന്ന് എന്നാ ഞാൻ പറഞ്ഞപ്പോൾ ഒത്തിരി ആഗ്രഹമായിരുന്നു ഒരു ഫസ്റ്റ് ക്ലാസ് മേടിക്കണമെന്നൊക്കെ. ബുക്ക് പുറത്ത് വീട്ടിൽ ഇരിപ്പുണ്ട്. പക്ഷേ ഇതൊരു 300 അടുത്ത് വരുമ്പോൾ വലിയ. അപ്പോൾ അവർ പറഞ്ഞു വളരെ അവർ പറയും ഭയങ്കര ഇപ്പോൾ ഒരു ഷുഗർ രോഗിയെ 300 ഷുഗർ എന്നൊക്കെ ഫാസ്റ്റിങ് 300 എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ സന്തോഷിക്കുന്ന ഒരാളെ ആദ്യം കാണുമെന്ന് പറഞ്ഞു. ഞാനത് കൊണ്ട് SLC ബുക്കിൻ്റെ പുറത്തോട്ട് വെച്ചെന്ന് പറഞ്ഞു. കാരണം 120 മുകളിൽ കൊണ്ട് 300 കൊണ്ട് വെക്കുമ്പോൾ അത് വലിയൊരു സന്തോഷമല്ലേ. അതൊരു വലിയ ലക്ഷ്യമായിരുന്നു അല്ലേ? അത് ലക്ഷ്യമായിരുന്നു. അത് ഷുഗറിലൂടെയെങ്കിലും കിട്ടിയല്ലെന്ന് ഓർക്കുമ്പോഴേ ഞാൻ അവരോടെല്ലാം താങ്ക്സ് പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഒത്തിരി ആഗ്രഹമായിരുന്നു ഒരു 300 കിട്ടുക എന്നുള്ളത്, ഒരു ഫസ്റ്റ് ക്ലാസ് അടിക്കുക എന്നുള്ളത്. നിങ്ങൾ രണ്ടുപേരും മാത്രമേ കാണുന്നുള്ളൂ വീഡിയോസിലൊക്കെ. ഇടയ്ക്ക് അവര് വരാറുണ്ട്. ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷെ അവള് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഭാര്യയും കൊച്ചുവോ ചാച്ചനും ഉണ്ട്. പക്ഷെ അവരങ്ങനെ ഒരിത്തരും ഇപ്പൊ ചാണ്ടിയാർ പറ്റുന്നില്ല. അവർ മുന്നോട്ട് അങ്ങനെ വരാതെ. ഞങ്ങൾ ഇതുവരെ വന്നിട്ട് അവരെ കണ്ടില്ല. അവരകത്ത് നമ്മളിപ്പം കുറെ കാര്യങ്ങൾ കേട്ടിരുന്നു. അവസാനമായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, ചേട്ടൻ്റെ ഒരു നുണക്കഥ കേൾക്കണമെന്ന്. ചേട്ടൻ്റെ ഒരു ഹിറ്റ് സാധനമാണ് കേട്ടോ ഒരു നുണക്കഥ. അതെ, നുണക്കഥ 1947 ഓഗസ്റ്റ് മാസം 12-ാം തീയതി എഡ്യൂക്കേഷൻ സാരികൾ വെരിക്കേഷൻ എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം സന്ദർശിക്കുവാൻ എളിയവന് ഭാഗ്യമുണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് കൃത്യം 10:30 എയർ ഇന്ത്യയുടെ വിമാനത്തിൽ കയറി ഞാൻ ആകാശത്ത് വെച്ച് കൊച്ചിൻ എക്സ്പ്രസ് ചാടിക്കറി. കൃത്യം 1 മണിക്ക് തന്നെ ഞാൻ അമേരിക്ക എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെത്തി. ഏതാണ്ട് 12.5 ഏക്കർ സ്ഥലത്ത് ഒതുങ്ങി കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഈ അമേരിക്ക എന്ന് പറയുക. അവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മലയാളിയുടെ 1 ഏക്കർ റബ്ബർ തോട്ടവും 2.5 ഏക്കർ കുരുമുളക് തോട്ടവുമാണ്. ഞാൻ അവിടെ ചെന്ന് റബ്ബർത്തയുടെ ചൂട് പ്ലാറ്റ്ഫോം വിട്ടിയപ്പോൾ എൻ്റെ ശരീരം വേർപ്പിച്ചാല കുളിച്ചപ്പോൾ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഒബാമയുടെ ഭാര്യ കുറച്ച് എന്നെ നോക്കി തോന്നി, ബിജു സാജിക എജുക്കേഷൻ ഓഫ് ദ ഐ ലവ് യു എന്ന്. രോമാഞ്ച കുഞ്ചകത്താൽ ഞാനൊന്ന് പൊങ്ങിച്ചാടി. കേരളത്തിൽ ഒരു പെണ്ണ് പോലും പറയാൻ പറ്റാത്ത വാക്ക് ഒരു മുൻ പ്രസിഡന്റിന്റെ ഭാര്യ എന്നെ നോക്കി പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. അമേരിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് നയാഗ്ര വെള്ളച്ചാട്ടം എന്ന് പറയുക. അതിൻ്റെ നടുക്ക് സന്തൂർ സോപ്പ് തേച്ചപ്പോൾ ഒരു മാതാമേനോട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന്. അമേരിക്കയിലെ ഏറ്റവും വലിയ പട്ടണമാണ് ന്യൂയോർക്ക് എന്ന് പറയുക. അതിന് മണ്ടക്കരി ഇപ്പോൾ തിരുവനന്തപുരം പാളയംപലയുടെ കുരിശ് കാണാൻ പറ്റിയത് എനിക്ക് മറക്കാനാവാത്ത സംഭവമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ബിജു വഹിച്ച പങ്കിനെക്കുറിച്ച് അമേരിക്കൻ ജനതയോട് പറയാമോ എന്ന് ഒബാമയോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 1920-28 കാലഘട്ടത്തിൽ ഞാനും മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, സോണിയാഗാന്ധി ഡൽഹിയിലെ KK റോഡിലൂടെ നടന്നു പോകുകയായിരുന്നു. പെട്ടെന്ന് ബ്രിട്ടീഷുകാരൻ ഗാന്ധിജിനെ വെടിവെക്കാൻ വന്നെങ്കിലും ഗാന്ധിജിനെ മാറ്റി ആ ഉണ്ട ഞാൻ എൻ്റെ കാലിൽ ഏൽക്കുകയാണ് ചെയ്തത്. അല്ലേ പണ്ടേ ഗാന്ധിജി നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കാൻ നേരത്തെ ഡോക്ടർ അംബേദ്കർ നെഹ്റുവിനോട് ചോദിച്ചു, എന്നെ സഹായിക്കണം, ചെറുപ്പക്കാരനെ ആവശ്യമാണല്ലോ എന്ന്. ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഞാൻ എന്തുകൊണ്ട് യോഗ്യൻ, ചെമ്മലമറ്റത്തുള്ള ബിച്ചു എന്നൊരു യുവാവാണെന്ന്. അങ്ങനെ ഞാൻ ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ പാർലമെന്റിൽ കയറി 18 വയസ്സ് നേർക്ക് ഞാൻ വോട്ട് കൊടുക്കുന്നത് ശക്തമായിട്ട് വാദിക്കുകയും അദ്ദേഹം അത് ഭരണഘടനയിൽ എഴുതി ചേർക്കുകയും ചെയ്തു. 1930 മഹാത്മാഗാന്ധി കൽക്കട്ടയിൽ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനത്തിൽ വട്ടമേശയില്ല, ഞാൻ കോട്ടയം എടുത്ത് കഞ്ഞിക്കുയിൽ പോയി വട്ടമേശ എടുത്ത് കൊടുത്തു. എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത സംഭവമാണ്. ഇങ്ങനെ അതങ്ങനെ ഇങ്ങനെയൊക്കെ പോവല്ലേ, ഇതെന്ത് കറക്റ്റ് തുടക്കതാ. അതെ അതെ, സ്ഥലപ്പേരും ഇങ്ങനെ തന്നെ കുറെ അങ്ങ് പോകുന്നുണ്ട്. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവോ? കൂടിക്കൊണ്ടിരിക്കും. ഒത്തിരി ചിരിക്കാനുള്ളതാണ്. സ്ഥലപ്പേര് ഇങ്ങനെ നിർത്താതെ പറയുന്നുണ്ട്. ഒരു 10,000 സ്ഥലപ്പേര് പോലും ഒറ്റ ഇങ്ങനെ എവിടെയും പോയി നുണക്കഥ പറഞ്ഞ് ഒത്തിരിയേറെ അവാർഡുകൾ കിട്ടുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന സമ്മാനങ്ങൾ ഏറെ നുണ മത്സരത്തിന് കിട്ടിയതാ. മന്ത്രി ഗണേഷ് കുമാറിന്റെ നുണക്കഥയ്ക്ക് സമ്മാനം. അതെ അതെ. ഇത് എവിടെ ഇപ്പൊ നമ്മളിങ്ങനെ ജയിലിൽ അവിടെ പോയി പറയും. സ്ഥലപ്പേരിന് ഭയങ്കര സാജമ്പള്ളുരുത്തിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സാജമ്പള്ളുരുത്തി സ്ഥലപ്പേര് ചെയ്യുന്നായിരുന്നു. അതെ അതെ അതെ. പക്ഷെ അതിനേക്കാൾ ഇച്ചിരൂടെ സ്പീഡിൽ ഞാൻ ചെയ്യുമായിരുന്നു. ഇതിപ്പോ ശ്വാസം എപ്പോഴും എടുക്കണം, ഇതിനിടയ്ക്ക് ശ്വാസം എടുത്തില്ലല്ലോ. സ്ഥലപ്പേര് പെട്ടെന്ന് പറയുന്നുണ്ട്. കട്ടപ്പന കട്ടയം വാങ്ങി, തൊപ്പിപ്പാളയം തൊപ്പി വാങ്ങി, കൊച്ചുതവാള കയറി, ഇരട്ടയാറ് നിന്ദിക്കറി, തങ്കമണിക്കറി, മണിയടിച്ച്, വാനവേല കയറി, രാമക്കൽപടി വിശ്രമിച്ച്, കാഞ്ചേരി സാരി വാങ്ങി, ലെപ്പക്കടന്ന് വീട് പഠിച്ച്, മാട്ടിക്കടന്ന് മാടി പഠിച്ച്, ഏലപ്പടം ഏർപ്പിച്ച്, കുട്ടിക്കാലത്ത് കുട്ടി പഠിച്ച്, വെറുതെ കറി മുട്ടക്കേന്ന് മുണ്ടുപോയി കൊടുത്ത് കുളിച്ച്, ഇഞ്ചാനയ്ക്ക് ഇഞ്ചി വാങ്ങി, മുരുങ്ങതം കയറി വാളിക്കാട് പാപ്പടിച്ച്, പാമ്പറ്റി കളികൾ, നെടുക്കുന്നതിന് കങ്ങടി എടുത്ത്, കോട്ടയത്ത് കോട്ടപ്പടി, ഏറ്റുമാത് മാൻ്റെ കളികളുണ്ട്, അയർപ്പം കിടന്ന് ചിലപ്പോൾ വിളിച്ച് പാലാക്കടന്ന് എടപ്പാടി വന്ന് പാട്ടുപാടി പറഞ്ഞാൽ പണിക്കപ്പാട് നിൽക്കും, ജനകിൽ പൊടിക്കാൻ വാഗമൺ റയ്യുമ്പോൾ കുന്നത് പൂജാർന്ന് പതാമത്തി മണിയൊന്നിൽ മണികൾ പറത്തി മറിഞ്ഞിപ്പോൾ അള്ളിപ്പിടിച്ചേരി ചോളത്തറ കയറി പറത്താറ പ്രസം ഈരാജോട്ട് നേട്ടം വിളിച്ച് വെയിലാടം തരണത് എമ്മത്തവർക്ക് തന്നിലാവാണ്ട് കരിമൂടി പൊരിത് പൊടി വാരിയിട്ട് വാരി ചപ്പള് ചെയ്യുമ്പോൾ പിണ്ണാക്കേണ്ടത് പിണ്ണാക്കം ചെയ്ത് ഒരു കളയെടുത്ത് കളങ്ങി കപ്പാട്ടത്ത് കപ്പം മഞ്ഞപ്പോൾ മഞ്ഞൾ വീട് അനക്കൽ ആണ് കഞ്ഞി ചെറുക്കട യന്ത്രം മണിയിൽ കൂട്ടിക്കലെ എരിമേലി പൂപ്പിൽ വെച്ചതർ കൊല്ലമുള്ള മുക്കൂത്തറ ജാത്തവർ പമ്പാലി ഉമ്മിക്കുപ്പ പിത്തറം മാസം അധികാരം വേണം കന്തനങ്ങൾ മറ്റക്കൽ മുതൽ പിറവന്റെ അമ്മ കുത്താകളോ മൂന്നിപ്പള്ളി മരങ്ങാട് കൊണ്ട് തേക്കടി മുള്ളി മണ്ടമ്പർ പാമ്പറ പാമ്പാടപ്പറ ചെമ്പറ പൂപ്പറ ആനപ്പറ രാജാക്കാട് രാജമോനി വെള്ളയാമറ്റി വെള്ളക്കൂടെ അറക്കളം മുന്നോട്ട് ചെയ്തോട് മുരിക്കാശി ഉടുമിച്ചോട് ജന്മം ചെമ്മണ്ണാർ പാമ്പരാമർ വണ്ടിപ്പേര് പെരികളായിട്ട് വരാം മോചനങ്ങൾ അങ്ങ് നീണ്ടു ഒരറ്റത്തൊന്നും അങ്ങേറ്റത്തെത്തിയില്ലേ. നമ്മളവിടുന്ന് പഠിച്ചതൊന്നും അല്ല, ചുമ്മാ ഇങ്ങനെ ഒന്നേ ഉള്ളൂ. ചുമ്മാ അങ്ങനെയൊക്കെ വരുമോ? ചേട്ടൻ്റെ ഈ സന്തോഷം വെച്ച് ഈ ചിരി വെച്ചിട്ട് ചേട്ടൻ എന്തായിരിക്കും ഈ നമ്മുടെ ആൾക്കാരോട് പറയാനുള്ളത്?
എനിക്ക് അവരോട് പറയാനുള്ള ഇതാണ്, ജീവിതം ഒരു ലഹരിയാക്കുക എന്ന് നമ്മളിപ്പോൾ പറയുന്നുണ്ട്. അതൊരു ലഹരിയാണ്. ഈ സന്തോഷം ഇത് ആ ഒരു ലഹരി ഉൾക്കൊണ്ടാൽ പിന്നെ മറ്റൊരു ലഹരിയുടെ ജീവിതത്തിൽ ആവശ്യമില്ല. രണ്ടാമത്തെ ലഹരി എന്ന് പറയുന്നത് വായനയാണ്. അതും ഒരു ലഹരിയാണ്. അപ്പം ജീവിതം തന്നെ ലഹരിയായി പിന്നെ ഒന്നും പിടിക്കാമല്ലോ. ഉള്ളത് കൊണ്ട് കിട്ടുന്നത് അത് ലഹരിയായിട്ട് അങ്ങ് ആസ്വദിക്കുക. ഭക്ഷണമായാലും എന്നതൊക്കെ ആയാലും കുടുംബസമേതം ഒരുമിച്ചിരുന്ന. അപ്പം ആ ജീവിതം ലഹരിയാക്കാൻ പോയാൽ പിന്നെ മറ്റൊരു ലഹരിയുടെ ആവശ്യമില്ല. ആ ലഹരി കുടുംബത്തിലെ എല്ലാ കുടുംബങ്ങളും ആ ജീവിതഭാഗം ലഹരി നല്ലപോലെ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ലഹരിയുടെ ആവശ്യമില്ല. ആ ലഹരിയിലേക്ക് എല്ലാവരും കടന്നു വരണം, ആ ലഹരി ആസ്വദിക്കണം, ആ ലഹരി കൈകൊണ്ട് നടക്കണം. അതാണ് ഞാൻ കൂടുതലായിട്ട് എല്ലാവരോടും പറയാറുള്ളത്. എടാ മോനെ ഇത് സാധനല്ലേ അടിപൊളി കേട്ടാ. അതെ, ഞാൻ ആദ്യം തന്നെ താങ്ക് യു പറയുന്നു. കാരണം ഇത്രയും ആൾക്കാരെ ചിരിപ്പിക്കുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനും ഇവൻ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു ആത്മഹത്യയുടെ വക്കിൽ ചെന്ന ആള് വരെ തിരിച്ചു വരുന്നു. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കുന്നതിനും ചിരിപ്പിക്കുന്നതിനും ഇനി നിങ്ങളുടെ പ്രഭാത ഭക്ഷണവും സായന ഭക്ഷണമൊക്കെ കാണാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടോ? താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.